ഇനി നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ മൂന്നാമത്തെ സെഷനാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ സെഷനിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് പഠിക്കുന്നത് കേട്ടോ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓർഗാനിസത്തിലെ ഏതൊക്കെ ഓർഗാനിസം വരുന്ന നമ്മൾ പറഞ്ഞ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് വരുന്നതാണ് പറഞ്ഞത്. അതായത് സിംഗിൾ സെല്ലുള്ള നല്ല ന്യൂക്ലിയസ് ഉള്ള സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള മെംബ്രെയിനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് എല്ലാം ഉള്ള ഒരു ഓർഗാനിസാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരിക അല്ലേ. അപ്പോൾ എല്ലാ സിംഗിൾ സെൽ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസും കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ബൗണ്ടറി ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം എന്താ അറിയോ, ചില ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻസ് ബയോളജിസ്റ്റിന് പ്ലാന്റ് ആയിരിക്കും, പക്ഷെ വേറൊരു ബയോളജിസ്റ്റിന് പ്ലാന്റ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു ബോട്ടണിസ്റ്റ് പഠിക്കുമ്പോൾ സൈനോ ബാക്ടീരിയ അതേപോലെ തന്നെ ഈ സിംഗിൾ സെല്ലുലാർ ആൽഗയൊക്കെ കിങ്ഡം പ്ലാന്റിലാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻ അത് ചില സയന്റിസ്റ്റ് അത് പ്ലാന്റിലാണ് പഠിക്കുക, അതായത് ബോട്ടണിസ്റ്റ് ഒക്കെ അത് പ്ലാന്റിൽ പഠിക്കും. കാരണം അവർ ഫോട്ടോസിന്തറ്റിക് ആണ്, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവസ്റ്റ് പ്ലാന്റ്സിൽ പെടുന്നതാണ്. ഈ ബുക്കിൽ നമ്മൾ പറയുന്നത് ഈ പ്രോട്ടിസ്റ്റയില് 5 ക്ലാസ്സസ് ആണ് പറയുന്നത്. അതായത് ക്രൈസോഫൈറ്റ്, ഡൈനോഫ്ലാജെല്ലേറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻ. ഈ 5 ഗ്രൂപ്പാണ് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് അമീബയും അതേപോലെ പാരമീഷ്യം അങ്ങനത്തെ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ശരിക്കും ഒരു സൂവോളജിസ്റ്റ് പഠിക്കുന്ന കിങ്ഡം ആനിമേലിയയിലാണ്. അതേപോലെ ഈസ്റ്റ് നമ്മൾ പഠിക്കുന്ന കിങ്ഡം ഫംഗയിലാണ്. ഫംഗസ് ആണ് ഒരു ഈസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഈ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും ആനിമൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും ഫംഗസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും യൂണിസെല്ലുലാർ ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കിങ്ഡം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റ സാധാരണ അക്വാറ്റിക് ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. ഈ കിങ്ഡത്തിന് പ്ലാന്റ്സും ആനിമൽസും ഫംഗയും ആയിട്ട് ലിങ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഫംഗസിൽ നിന്നും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പുറത്തെടുത്ത് അതിന് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, being eukaryote, the protistan will be having protistന്റെ സെൽ ബോഡി അവർക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവും, നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതർ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും ഉണ്ടാവും. ചിലതിന് ഫ്ലാജെല്ല അല്ലെങ്കിൽ സിലിയ ഉണ്ടാവും ആസ് ദ ലോക്കോമോട്ടറി ഓർഗൻ, ചിലത് നോൺ മോട്ടൈൽ ആയിരിക്കും. പ്രോട്ടിസ്റ്റ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഫ്യൂഷൻ വഴി അല്ലെങ്കിൽ സൈഗോട്ട് ഫോർമേഷൻ വഴിയൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഓൾ സിംഗിൾ സെൽ യൂക്യാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ പ്രോട്ടിസ്റ്റ, ബട്ട് ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. വാട്ട് മേ ബി എ photosynthetic protist to one biologist may be a plant to another. In this book, we include chrysophyte, dinoflagellate, euglenoid, slime molds and protozoa under protistans. Members of Protista are primarily aquatic. This kingdom forms a link with the others dealing with plants, animals and fungi. Being eukaryotes, the protistan cell body contain a well-defined nucleus and other membrane-bound organelles. Some have flagella or cilia. Protists reproduce asexually and sexually by a process involving cell fusion and zygote formation. Next, the group Chrysophyte. ഇനി പ്രോട്ടിസ്റ്റയില് പ്രോട്ടിസ്റ്റയിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്. നെക്സ്റ്റ് അല്ല, ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ ക്രൈസോഫൈറ്റ് എന്ന ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ ആണ്. ഇത് ഗോൾഡൻ ആൽഗേനെ നമുക്ക് ഡെസ്മിഡ്സ് എന്ന് പറയാം. ഈ ഡയാറ്റംസും അതേപോലെ ഗോൾഡൻ ആൽഗയൊക്കെ ചെറിയ ചെറിയ യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു തരം പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇത് ഫ്രഷ് വാട്ടറിലും മറൈൻ എൻവറോൺമെന്റിലും ഒക്കെ പൊങ്ങിക്കിടക്കുന്ന മൈക്രോസ്കോപ്പിക് ഫ്ലോട്ട് പാസീവ്ലി വാട്ടർ കറന്റിൽ വെള്ളം ഒഴുകുന്നതനുസരിച്ച് അതിന്റെ മേലെ പൊങ്ങി ഒഴുകി നടക്കുന്ന ഒരു തരം ചെറിയ പ്ലാന്റ്, മൈന്യൂട്ട് പ്ലാന്റ് ആണ് ഇത് ക്രൈസോഫൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് പ്ലാങ്ക്ടൺ എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ
വാട്ടർ കറന്റിൽ കൂടെ ഫ്ലോട്ട് ചെയ്ത് പാസീവ്ലി ഒഴുകി നടക്കുന്ന പാസീവ്ലി ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഓർഗാനിസത്തിനെ, പ്ലാന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്ലാങ്ക്ടൺ കേട്ടോ. ഇത് ഫോട്ടോസിന്തറ്റിക് ആണ്. മോസ്റ്റ് ഓഫ് ദ ക്രൈസോഫൈറ്റ് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡയാറ്റംസ് എന്ന് പറയുന്ന ക്രൈസോഫൈറ്റിന്റെ സെൽ വോള് 2 ഓവർലാപ്പിംഗ് ഷെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഒരു സോപ്പ് ബോക്സ് എങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും അതിന്റെ സെൽ വോൾ ഫിറ്റ് ചെയ്യുന്നത്. അതിന്റെ സെൽ വോള് എംബഡ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്തിട്ട് സിലിക്ക ഉണ്ടാവും. ഓക്കെ, ആ സിലിക്ക ഉള്ളത് കൊണ്ട് തന്നെ ഈ സെൽ വോള് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, നശിപ്പിക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, അതുകൊണ്ട് ഡയാറ്റംസ് അത് ചത്തു കഴിഞ്ഞാലും അവർ ഒരു ലാർജ് എമൗണ്ട് ഓഫ് സെൽ വോൾ ഡെപ്പോസിറ്റ് അതിന്റെ ഹാബിറ്റാറ്റിൽ ഉണ്ടാക്കും. അത് ഡെഡായി അത് ഡെപ്പോസിറ്റ് ആവുമ്പോൾ, അതിന്റെ ഹാബിറ്റാറ്റിൽ ഡെപ്പോസിറ്റ് ആവുമ്പോൾ ലാർജ് എമൗണ്ട് സെൽ വോൾ ഡെപ്പോസിറ്റ് അതിന്റെ ഹാബിറ്റാറ്റിൽ ഉണ്ടാക്കും. ഇത് കുറേ വർഷങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ്, ഒരു കോമ്പൗണ്ട് ഡെപ്പോസിറ്റ് തന്നെ നമുക്ക് അതിന്റെ ഇമ്മീഡിയറ്റ് ഹാബിറ്റാറ്റിൽ കാണാൻ കഴിയും. ഡയാറ്റംസ് ഡീഗ്രേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡയാറ്റംസ് ഡെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൽ വോൾ വന്നിട്ട് അതിൻ്റെ ഹാബിറ്റാറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുന്നത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവിടെ തന്നെ കിടക്കും. കാരണം എന്താണ്, ആ ഡയാറ്റംസിൻ്റെ സെൽ വോള് എംബഡ് ചെയ്തിട്ട് സിലിക്ക എന്ന് പറയുന്ന ഒരു കവറിംഗ് ആണുള്ളത്. ആ സിലിക്ക ഇൻഡിസ്ട്രക്റ്റബിളാണ്, നശിച്ചു പോവാത്ത, ഡികമ്പോസേഴ്സിന് അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അതിൻ്റെ ഇമ്മീഡിയറ്റ് ഹാബിറ്റാറ്റിൽ കാണും. അതിന് നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്നാണ് പറയാ. ഡയാറ്റോമേഷ്യസ് എർത്തിന് പറയുന്ന വേറൊരു പേരാണ് കീസൽഗർ. ഡയാറ്റോമേഷ്യസ് എർത്തിന് പറയുന്ന വേറൊരു പേരാണ് കീസൽഗർ, KEISELGURH, കീസൽഗർ എന്ന് പറയും. ഓക്കെ, ഇതിന് ഒരു ഗ്രിറ്റിനെസ് ഉള്ളത് കൊണ്ട് ഈ സോയില് പോളിഷിങ്ങിനും ഫിൽട്രേഷൻ ഓഫ് ഓയിലിനും സിറപ്പിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഫിൽട്രേഷനും സിറപ്പ് ഫിൽട്രേഷനും അതുപോലെ തന്നെ അത് പോളിഷിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഡയാറ്റോമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ കീസൽഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഡയാറ്റംസിന് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എന്നാണ് പറയുന്നത്. കാരണം അവർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് ഓഷ്യനിൽ നടത്തുന്നത്. ഓഷ്യനിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഓർഗാനിസംസ് പറയുന്നത് ഡയാറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ക്രൈസോഫൈറ്റ് ഒന്ന് വായിച്ചു നോക്കാം. This group includes diatoms and golden algae. Golden algae is also called as desmids. They are found in fresh water as well as in marine environments. They are microscopic and float passively in water current. That is called as plankton. Most of them are photosynthetic. In diatom, the cell wall form 2 thin overlapping shells which fit together as in a soap box. The walls are embedded with the silica and thus the walls are indestructible. Thus, diatoms have left behind large amount of cell wall deposit in their habitat. This accumulation over billions of years is referred to as diatomaceous earth. Being gritty, this soil is used in polishing, filtration of oil and syrups. Diatoms are the chief producers in the ocean. Next protista is dinoflagellate. ഡൈനോഫ്ലാജലേറ്റ് സാധാരണ മറൈൻ ഓർഗാനിസം അല്ലെങ്കിൽ മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആയിരിക്കും. മോസ്റ്റ്ലി അത് മറൈൻ അതുപോലെ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസും ആയിരിക്കും. അത് പല കളറിൽ അപ്പിയർ ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ദെയർ കളർ പിഗ്മെന്റ്സ്. യെല്ലോ കളർ, ഗ്രീൻ കളർ, ബ്രൗൺ കളർ, ബ്ലൂ കളർ, റെഡ് കളർ. അതിന്റെ മെയിൻ പിഗ്മെന്റ് ഏതാണോ, അതിന്റെ സെല്ലിലുള്ള മെയിൻ പിഗ്മെന്റ് ഏതാണോ അതനുസരിച്ച് അത് ഡിഫറെന്റ് കളേഴ്സിൽ അത് അപ്പിയർ ചെയ്യുന്ന കാണാം. അതിന്റെ സെൽ വോള് വന്നിട്ട് ഒരു സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് അതിന്റെ ഔട്ടർ സർഫസിൽ കാണാം. സെൽ വോളിന്റെ ഔട്ടർ സർഫസിൽ ഒരു സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് കാണാം. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ആൽഗേനെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രോട്ടിസ്റ്റേനെ അല്ലെങ്കിൽ ഡൈനോഫ്ലാജലേറ്റിനെ നമുക്ക് ആർമേർഡ് ആൽഗെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആർമേർഡ് ആൽഗെ. ഇതിന് നമുക്ക് ആർമേർഡ് ആൽഗെ എന്ന് പറയാം. ഒരു മിനിറ്റ്. ആർമേർഡ് ആൽഗെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ARMORED കേട്ടോ, ARMORED, ആർമേർഡ് ആൽഗെ എന്ന് റെപ്രസെന്റ് ചെയ്യാം.
ഓക്കെ, മിക്കവാറും എല്ലാത്തിനും രണ്ട് ഫ്ലാജെല്ല ഉണ്ടാവും. വൺ ലൈസ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി ഇൻ എ ഫറോ ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ്. രണ്ട് വാൾ പ്ലേറ്റിന്റെ ഇടയിൽ, അതായത് ഇത് ഉണ്ടാവും, ഇതാണ് രണ്ട് വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒന്ന് ട്രാൻസ്വേഴ്സ്ലിയും കാണും, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലിയും കാണും. അതായത് ഒരെണ്ണം ഈ ഡയറക്ഷനിലും ഒരെണ്ണം ഈ ഡയറക്ഷനിലും ആയിരിക്കും കാണാം. അപ്പോൾ വൺ ഈസ് ട്രാൻസ്വേഴ്സ്ലി ലൈക്ക് ദിസ് ആൻഡ് വൺ ഈസ് ലൈക്ക് ദിസ്. അങ്ങനെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലും ഈ കാണുന്ന ഈ ഫ്ലാജെല്ലയുടെ മൂവ്മെന്റ് കൊണ്ടാണ് അതിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡൈനോഫ്ലാജെല്ലേറ്റിനെ നമ്മൾ വേർലിംഗ് വിപ്പ് എന്നും പറയാറുണ്ട്. വേർലിംഗ് വിപ്പ് എന്നും പറയാറുണ്ട്. അതതിന്റെ മൂവ്മെന്റിന്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ വേർലിംഗ് വിപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഗോണിയോലാക്സ്. ഇത് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് അതിന്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങിൽ സീ, അതായത് അക്വാറ്റിക് ഹാബിറ്റാറ്റ്, മറൈൻ ഹാബിറ്റാറ്റിലാണല്ലോ അത് കാണുന്നത്. ആ സീ റെഡ് കളറായിട്ട് അപ്പിയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിനെ റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസം എന്ന് പറയും. ഗോണിയോലാക്സ് ആണ് റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസം. അതേപോലെ തന്നെ ഈ റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻ, ആ ടോക്സിൻ ഏതാന്ന് വെച്ചാൽ സാക്സി ടോക്സിൻ എന്നാണ് പറയുന്നത് കേട്ടോ. സാക്സി ടോക്സിൻ. ഈ സാക്സി ടോക്സിൻ നമ്മുടെ ന്യൂറോൺസിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഈ സാക്സി ടോക്സിന് മറൈൻ ആനിമൽസിനെ, ഫിഷസിനെയൊക്കെ കൊന്നുകളയാനുള്ള കപ്പാസിറ്റി ഉണ്ട് സാക്സി ടോക്സിന്. ഈ ഫിഷസ് വഴി അത് നമ്മുടെ ബോഡിയിലേക്ക് എത്താനും, അതായത് നമ്മുടെ ബോഡിയിലേക്ക് അത് പാസ് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ സാക്സി ടോക്സിൻ നമ്മുടെ ബോഡി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരാലിസിസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ബയോലൂമിനിസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡൈനോഫ്ലാജെല്ലേറ്റ് ആണ് നൊക്റ്റിലൂക്ക. ബയോലൂമിനിസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡൈനോഫ്ലാജെല്ലേറ്റ് ആണ് നൊക്റ്റിലൂക്ക എന്ന് പറയുന്നത്. നൊക്റ്റിലൂക്കേനെ നമ്മൾ സീ ഗോസ്റ്റ് എന്ന് പറയാറുണ്ട്. കാരണം എന്താ പറയുക, ഇത് നൈറ്റ് ടൈമിൽ ഇങ്ങനെ സീയിൽ ഇങ്ങനെ തിളങ്ങുമ്പോൾ ഒരുതരം നീല കളറിൽ, സീ ഫുള്ള് നീല കളറിൽ തിളങ്ങുന്ന പോലെ കാണും. അതുകൊണ്ടാണ് അതിനെ സീ ഗോസ്റ്റ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. These organisms are mostly marine and photosynthetic. They appear yellow, green, brown, blue or red depending on the main pigment present in their cells. The cell wall has stiff cellulose plate on the outer surface. Because of that, it is called as armored algae. Most of them have two flagella. One lies longitudinally and the other transversely in a furrow between the wall plates. Because of that, it will show a whirling movement. അതുകൊണ്ട് അതിനെ whirling whip എന്നും റെപ്രസെന്റ് ചെയ്യും. Very often, red dinoflagellate example Goniolax undergoes such rapid multiplication that they make a sea appear red, that cause red tides. Toxin released by such large members may even kill other marine animals such as fishes. The toxin produced by these organisms are called as saxitoxin. This will affect the ന്യൂറോൺസ്. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്തിരുന്നോണ്ട് ഡൈനോഫ്ലാജെല്ലേറ്റിനെ പറ്റിയിട്ട് കേട്ടോ. ഡൈനോഫ്ലാജെല്ലേറ്റിനെ പറയുന്ന വേറൊരു പേരാണ് പൈറോഫൈറ്റ. അതും കൂടെ മനസ്സിലിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഡൈനോഫ്ലാജെല്ലേറ്റ്, ദീസ് ഓർഗാനിസംസ് ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് നമ്മൾ വായിച്ചല്ലേ. ഓക്കെ, അതർ മറൈൻ ആനിമൽസിലെ കൊല്ലാൻ കഴിയുന്ന സാക്സിറ്റോക്സിൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡൈനോഫ്ലാജെല്ലേറ്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് യൂഗ്ലിനോയിഡ്സ് നോക്കാം. യൂഗ്ലിനോയിഡ്സ് മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് സാധാരണയായിട്ട്, ഫ്രഷ് വാട്ടറിലാണ് സാധാരണയായിട്ട് യൂഗ്ലിനോയിഡ് കാണുന്നത്. അവർക്ക് സെൽ വോളിന് പകരം അവർക്ക് പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള പെല്ലിക്കിളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിന് രണ്ട് ഫ്ലാജെല്ലയുണ്ട്. ഒരു ഷോർട്ട് ഫ്ലാജെല്ലയും അതുപോലെ തന്നെ ഒരു ലോങ് ഫ്ലാജെല്ലയാണ് ഉള്ളത്. ഈ ഷോർട്ട് ഫ്ലാജെല്ലയും ലോങ് ഫ്ലാജെല്ലയും ഇതിന്റെ ബോഡിയുടെ ആന്റീരിയർ പോർഷൻ, മുൻവശം, ബോഡിയുടെ ആന്റീരിയർ പോർഷൻ അല്ലെങ്കിൽ മുൻവശത്ത് ഒരു റിസർവോയറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. കണ്ട, ഒരു ഡിപ്രഷൻ, ഇതിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ ഓർഗാനിസംസ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. പക്ഷെ പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ മാത്രമേ അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുള്ളൂ. ഈ ഓർഗാനിസംസിൽ കാണുന്ന കളർ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നറിയോ? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ക്ലോറോഫിൽ, എ, ബി, സാന്തോഫിൽ. എക്സാക്ട്ലി ഹയർ പ്ലാന്റ്സിലെ പോലെ തന്നെയാണ് ഇവിടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് കാണുക കേട്ടോ. ക്ലോറോഫിൽ, എയും ബിയും സാന്തോഫിലും ഒക്കെയാണ് ഇവിടുത്തെ ഫോട്ടോസിന്തറ്റിക് കളർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് അവർ ഹെട്രോട്രോഫിക്
ഓട്ടോട്രോഫിക് ബിഹേവിയർ കാണിക്കും. അതായത് predating on other small organism, വേറെ ചെറിയ ചെറിയ ഓർഗാനിസത്തിന്റെ മേലെ പ്രെഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിക്കും. ആസ് ദേ ആർ ഷോയിങ് ബോത്ത് ഫോർ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഈ യൂഗ്ലിനോയിഡ്സിനെ നമുക്ക് മിക്സോട്രോഫ് എന്നും റെപ്രസെന്റ് ചെയ്യാം. യൂഗ്ലിനോയിഡ്സിനെ നമുക്ക് മിക്സോട്രോഫിക് ഓർഗാനിസംസ് എന്നും റെപ്രസെന്റ് ചെയ്യാം. മിക്സോട്രോഫിക് ഓർഗാനിസം എന്നും റെപ്രസെന്റ് ചെയ്യാം. മിക്സോട്രോഫ്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ഹയർ പ്ലാന്റ്സ് ദർ ദ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് വിൽ ബി റൈറ്റ്. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് യൂഗ്ലീന. യൂഗ്ലീന ആണ് ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ റിസർവോയറിന്റെ അവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു സ്പോട്ട് പോലെ കാണാം. ഈ സാധനം ഇവിടെയാണ് കേട്ടോ ലൈറ്റ് പിഗ്മെന്റ്സിനെ ക്യാപ്ചർ ചെയ്യുന്ന ആ ഭാഗത്തിന് സ്റ്റിഗ്മ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആന്റീരിയർ പൊസിഷനിൽ ഒരു സ്റ്റിഗ്മ ഈസ് പ്രസന്റ്, അല്ലെങ്കിൽ അതിനെ ഐ സ്പോട്ട് എന്നൊക്കെ പറയും. ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയും. ഇവിടെയാണ് അതിന്റെ ലൈറ്റ് ക്യാപ്ചറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യൂഗ്ലിനോയിഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. Majority of them are freshwater organisms found in stagnant water. Instead of a cell wall, they have a protein-rich layer called pellicle, which make their body flexible. They have two flagella, a short and a long one. Though they are photosynthetic in the presence of sunlight, when deprived of sunlight illatappo, they behave like heterotrophs by predating on other smaller organisms. Interestingly, the pigments of euglenoids are identical to those present in higher plants, that is chlorophyll, A, B, xanthophyll. Example for this is euglena. Euglena diagram the ee കാണുന്നതാണ്. Single cellular organism euglena, they are mixotrophic organisms. നെക്സ്റ്റ് ഗ്രൂപ്പ് പ്രോട്ടിസ്റ്റ ഈസ് സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡ് എന്ന് പറയുന്ന സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റയാണ്. അതിന്റെ ബോഡി ദേ ആർ മൂവിങ് അലോങ് ഡീക്കേയിങ് ട്വിഗ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽ. അതായത് ഈ ദ്രവിച്ചു പോയിക്കൊണ്ടിരുന്ന ട്വിഗിലും ലീവ്സിലും ഒക്കെ അതിന്റെ ഓർഗാനിക് മെറ്റീരിയലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് അതിന് ഓർഗാനിക് മെറ്റീരിയലിനെ തിന്നുകൊണ്ട് ജീവിക്കുന്ന ഓർഗാനിസാണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. അവർ സ്യൂട്ടബിൾ കണ്ടീഷനിൽ അവരൊരു ആഗ്രിഗേഷൻ ഫോം ചെയ്യും. അതിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അത് ഒരുപാട് വളരെയും അതുപോലെ തന്നെ സെവറൽ ഫീറ്റ് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന കാണാം. അതിന് എസെല്ലുലാർ സ്ലൈം മോൾഡ് എന്നാ പറയുന്നത്. അതിന് സെൽ വോൾ ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, അത് ചുമ്മാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് സ്യൂട്ടബിൾ കണ്ടീഷനിലാണ് കേട്ടോ ഇങ്ങനത്തെ പ്ലാസ്മോഡിയം. അതായത് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് തന്നെ എന്താണെന്നറിയോ, ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സെല്ലാണ്. അതിന് സൈറ്റോകൈനസിസ് ഒന്നും നടത്താനുള്ള നേരമില്ല. അതായത് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാതെ ചുമ്മാ ന്യൂക്ലിയർ ഡിവിഷൻ നടത്തിക്കൊണ്ടിരുന്ന അതങ്ങനെ വലുതായിട്ട് മാറുന്നതിനെയാണ് ഈ പറയുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം ഈസ് നത്തിങ് ബട്ട് എ മൾട്ടി ന്യൂക്ലിയേറ്റ് സെൽ ഈസ് കോൾഡ് ആസ് പ്ലാസ്മോഡിയം. അപ്പൊ പ്ലാസ്മോഡിയം സ്ട്രക്ചർ ഉണ്ടാക്കും ഫേവറബിൾ കണ്ടീഷനിൽ. പക്ഷെ അൺഫേവറബിൾ കണ്ടീഷനിൽ അത് എന്ത് ചെയ്യുന്നറിയോ, ഈ പ്ലാസ്മോഡിയം എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് മാറും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ ഉള്ളിൽ സ്പോർസ് ആയിരിക്കും ഉണ്ടാവുക. ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക, സ്പോർസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഓരോ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ സ്പോർസ് ഉണ്ടാവും. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്ന് സ്പോർസ് പൊട്ടി പുറത്തു പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ ക്യാപ്പിലിറ്റിയം എന്നാണ് പറയുന്നത് കേട്ടോ. ക്യാപ്പിലിറ്റിയം എന്നാണ് പറയുന്നത്. ബോർഡ് എക്സാമിന് ആവശ്യമില്ല, എന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ സ്പോർട്സിനൊക്കെ ഒരു ട്രൂ വാൾ ഉണ്ട്. ഈ സ്പോർട്സിനൊക്കെ ട്രൂ വാൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സെല്ലുലാർ ഫോം ഓഫ് ദ സ്ലൈം മോൾഡ് എന്ന് നമുക്ക് പറയാം. ഇത് ഈ സ്പോർട്സ് ഹൈലി റെസിസ്റ്റന്റ് ടുവേഴ്സ് ദ അൺഫേവറബിൾ കണ്ടീഷനാണ്. അഡ്വേഴ്സ് കണ്ടീഷനിലൊക്കെ സർവൈവ് ചെയ്യാൻ ഉള്ള ഹൈ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഈ പറയുന്ന സ്പോർട്സിനുണ്ടാവും. സ്പോർട്സ് ഡിസ്പേഴ്സ് ചെയ്യുന്ന എയർ കറന്റിൽ കൂടെയാണ് സ്പോർട്സ് ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ലൈം മോൾഡ് സാപ്രോഫൈറ്റിക് ആയതുകൊണ്ട് അതിനെ ഫോൾസ് ഫംഗസ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. സ്ലൈം മോൾഡ്സ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽ. അണ്ടർ suitable conditions they form an aggregation called plasmodium which may grow and spread over several feet. During unfavorable conditions the plasmodium differentiate and form fruiting bodies bearing spores at their tip. ഇതിന് ഈ സ്പോർസ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ക്യാപ്പിലിറ്റിയം എന്ന് പറയുന്നത്. The spores possess true walls. They are extremely resistant and survive for many years. Even under adverse conditions the spores are dispersed by air current. Okay, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്രോട്ടോസോവൻസ്.
നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റ ഈസ് പ്രോട്ടോസോവൻ. പ്രോട്ടോസോവൻസ് എല്ലാം ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അവർ ഒന്നുപോലെ പ്രെഡേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ടോ ആക്ട് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ഓക്കെ, അത് ഈ ഓർഗാനിസംസ് പ്രോട്ടോസോവൻസ് ആർ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് എന്നാണ്. അതായത് ഈ ആനിമൽസിലേക്കുള്ള ഒരു ലിങ്ക് ഈ എല്ലാ പ്രോട്ടോസോവൻസ് എല്ലാം സൂവോളജിസ്റ്റ് പഠിക്കുന്ന ആനിമൽ കിങ്ഡത്തിലാണ്. സിംഗിൾ സെല്ലുലാർ ആനിമൽ എന്നാണ് പ്രോട്ടോസോവൻസിന് അറിയപ്പെടുന്നത്. 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോസോവൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അമീബോയിഡ് പ്രോട്ടോസോവൻ. ഈ പ്രോട്ടോസോവൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരുന്നോളെ ഇതിന്റെ എല്ലാത്തിന്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഒക്കെ അമോണിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഓസ്മോ റെഗുലേഷൻ ഒക്കെ നടത്തുന്ന കൺട്രാക്ടൈൽ വാക്യൂൾ കൊണ്ടാണ്. കൺട്രാക്ടൈൽ വാക്യൂൾ ആണ് ഇതിന്റെ ഓസ്മോ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അമീബോയിഡ് പ്രോട്ടോസോവൻ ഈ ഓർഗാനിസം ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും മോയിസ്റ്റ് സോയിലും ഒക്കെ കാണുന്നതാണ്. അവര് ദേ മൂവ് ആൻഡ് ക്യാപ്ചർ their prey by putting out pseudopodia. അവര് മൂവ് ചെയ്യുന്നതും അതുപോലെ പ്രേ ക്യാപ്ചറിംഗ് ഒക്കെ നടത്തുന്നത് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് പീറ്റ് ആസ് ഇൻ അമീബയുടെ ആ സെൽ മെംബ്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഫുഡ് ക്യാപ്ചറിംഗ് അല്ലെങ്കിൽ മൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് പൂട്ട് എന്ന് പറയുന്നത്. ആ ഫോൾസ് പീറ്റ് അല്ലെങ്കിൽ സ്യൂഡോപോഡിയയുടെ എക്സ്റ്റൻഷൻ കൊണ്ടാണ് അവർ പ്രേ ക്യാപ്ചറിങ്ങും അതുപോലെ തന്നെ മൂവ്മെന്റും ഒക്കെ ചെയ്യുന്നത്. മറൈൻ ഫോമിൽ ചിലപ്പോൾ സിലിക്ക ഷെൽസ് അതിന്റെ സർഫസിൽ കാണാറുണ്ട്. Okay, some example for this is Entamoeba. ഇത് പാരസൈറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം Entamoeba histolytica അമീബോയിഡ് ഡിസെൻട്രി ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ് Entamoeba histolytica എന്ന് പറയുന്ന ഓർഗാനിസം. ഇനി നെക്സ്റ്റ് ടൈപ്പ് പ്രോട്ടോസോവയാണ് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവ. ചിലപ്പോൾ ഫ്രീ ലിവിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പാരസൈറ്റിക് ടൈപ്പ് ഓഫ് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവ ആയിരിക്കാം. അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്ന ഫ്ലാജെല്ലയാണ്. ഇവിടെ അമീബയുടെ കേസിലാണെങ്കിൽ സ്യൂഡോപോഡിയാണ് കേട്ടോ. അതിന്റെ പാരസൈറ്റിക് ഫോം ഡിസീസ് കോസ് ചെയ്യും. ലൈക്ക് സ്ലീപ്പിംഗ് സിക്നസ് പോലത്തെ ഡിസീസ് ഒക്കെ കോസ് ചെയ്യും. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ് ട്രിപ്പാനോസോമ എന്ന ഓർഗാനിസം. ഇറ്റ് കോസ് സ്ലീപ്പിംഗ് സിക്നസ്. ഈ ട്രിപ്പാനോസോമനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്ന വെക്ടർ tsetse ഫ്ലൈ ആണ്. ട്രിപ്പാനോസോമ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ tsetse ഫ്ലൈ. എഴുതി തരാം. tsetse ഫ്ലൈ വഴിയാണ് ട്രിപ്പാനോസോമ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വി ക്യാൻ സി അനദർ ഡിസീസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ദിസ് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവ ഈസ് ലീഷ്മാനിയ ഡോണോവാനി. ഓക്കെ, അനദർ പ്രോട്ടോസോവ ലീഷ്മാനിയ ഡോണോവാനിയാണ്. അത് കലാ അസാർ അല്ലെങ്കിൽ ദം ഫീവർ ഉണ്ടാക്കും. ലീഷ്മാനിയ ഡോണോവാനി. LEI ലീഷ്മാനിയ. ഇതുണ്ടാക്കുന്ന ഡിസീസ് കോസ് ദം ഫീവർ, അല്ലെങ്കിൽ കലാ അസാർ എന്ന് പറയും. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് കലാ അസാർ. ദം ഫീവർ അല്ലെങ്കിൽ കലാ അസാർ. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാൻഫ്ലൈ വഴിയാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സാൻഫ്ലൈ വഴിയാണ്. ഇതിന്റെ വെക്ടർ സാൻഫ്ലൈ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരുന്നോളണം. ഓക്കെ, സോ ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്ന മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പിൽ ഒന്നുപോലെ ഫ്രീ ലിവിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കും. അവർക്ക് ഫ്ലാജെല്ലയാണ് അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത്. പാരസൈറ്റിക് ഫോം ഡിസീസ് ഉണ്ടാക്കാം. അതിന് എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് സ്ലീപ്പിംഗ് സിക്നസ് പരത്തുന്ന ട്രിപ്പാനോസോമ പരത്തുന്നത് tsetse ഫ്ലൈ വഴിയാണ്. അതുപോലെ ലീഷ്മാനിയ ഡോണോവാനി എന്ന് പറയുന്ന വേറൊരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവയാണ്. ഇത് ഉണ്ടാക്കുന്ന ഡിസീസ് ദം ഫീവർ അല്ലെങ്കിൽ കലാ അസാർ എന്ന് പറയും. അത് സാൻഫ്ലൈ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോട്ടോസോവ സിലിയേറ്റഡ് പ്രോട്ടോസോവ അക്വാറ്റിക് ആക്റ്റീവ്ലി മൂവിംഗ് ഓർഗാനിസംസ് ആണ്. അതായത് അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണുന്ന ആക്റ്റീവ്ലി മൂവിംഗ് ഓർഗാനിസംസ് ആണ്. ഇവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്ന തൗസൻഡ്സ് ഓഫ് സിലിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിയ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് മൂവ്മെന്റ് കാണിക്കുന്ന ലോക്കോമോട്ടറി ഓർഗൻ ഇൻ ലോവർ ഓർഗാനിസം സിലിയാണ്. ഓക്കെ,
ഈ സിലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് അതിനൊരു എക്സാമ്പിളാണ് പാരമീഷ്യം. പാരമീഷ്യം നമുക്കറിയാം ചെരുപ്പിന്റെ ഷേപ്പ് ഉള്ളത് ഓർഗാനിസം ആണ് പാരമീഷ്യം എന്ന് പറയുന്നത്. അതിനൊരു ക്യാവിറ്റി ഉണ്ട്, ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്, ദാറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. ഈ ക്യാവിറ്റി സെൽ സർഫസിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിയുടെ സർഫസിലുള്ള ഈ ഗള്ളറ്റ് എന്ന ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് വാട്ടറിന്റെ ഒപ്പം ഫുഡും എടുക്കുന്നത് വഴിയാണ് ഇവർക്ക് ഫുഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് റോസ് ഓഫ് സിലിയ, അവരുടെ സിലിയയുടെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ് കൊണ്ടാണ് ഈ പറയുന്ന വെള്ളത്തിന് ഗള്ളറ്റിന്റെ നേരേക്ക് ഫ്ലാപ്പ് ചെയ്യും. ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഫുഡിന് അത് ബോഡിയിലെ സെല്ലിന്റെ ഉള്ളിലെ ഡൈജഷൻ നടത്തി അത് അതിന്റെ എനർജി റിക്വയർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. എക്സാമ്പിൾ പാരമീസിയം. ഞാൻ അതിന്റെ ഡയഗ്രാം ഒന്ന് കാണിച്ചു തരാം. See here, this is the gullet of this organism. ഇതാണ് സിലിയ എന്ന് പറയുന്ന ചെറിയ ചെറിയ സ്ട്രക്ചർ. ഈ സിലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് കൊണ്ട് വെള്ളം ഇതാ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് ഇതിന്റെ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറ്റും. ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറുന്ന വെള്ളത്തിന്റെ ഉള്ളിലുള്ള ഫുഡിനെയാണ് സെല്ലിന്റെ ഉള്ളിൽ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനർജി റിക്വയർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്പോറോസോവൻ. സ്പോറോസോവൻ ഇൻക്ലൂഡ് ഡൈവേഴ്സ് ഓർഗാനിസം ദാറ്റ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. അതായത് ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ഫോർമേഷൻ അതിന്റെ ലൈഫ് സൈക്കിളിൽ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള പ്രോട്ടോസോവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പോറോസോവൻ. അത് മോസ്റ്റ് നൊട്ടോറിയസ്, അത് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്പോറോസോവനാണ് മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം. അത് മലേറിയ ഉണ്ടാക്കും നമ്മുടെ ബോഡിയിൽ. ഓക്കെ, ഇത് ഹ്യൂമൻ പോപ്പുലേഷനിൽ ഒരു സ്റ്റാഗറിംഗ് എഫക്റ്റ് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോസോവയാണ് ഈ സ്പോറോസോവൻ എന്ന് പറയുന്നത് കേട്ടോ, പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മോഡിയം മലേറിയ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വഴിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. All protozoans are heterotrophs and live as predators or parasites. They are believed to be primitive relatives of animals. There are 4 major groups of protozoans. Amoeboid protozoan. These organisms live in fresh water, seawater or moist soil. They move and capture their prey by putting out pseudopodia or false feet as in amoeba. Marine forms have silica shells on their surface. Some of them, such as entamoeba, are parasitic organisms. Flagellated protozoans. The members of this group are either free-living or parasitic. They have flagella. The parasitic form cause disease such as sleeping sickness. Example, trypanosoma. അതേപോലെ തന്നെ വേറൊരു പാരസൈറ്റിക് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവയാണ് ലീഷ്മാനിയ ഡോണോവാനി എന്ന് പറയുന്നത്. Ciliated protozoa. These are aquatic, actively moving organisms because of the presence of thousands of cilia. They have a cavity called as gullet that opens to the outside of cell surface. The coordinated movement of rows of cilia causes the water laden with food to be steered into the gullet. Example, paramecium. Sporozoan. This include diverse organisms that have an infectious spore-like stage in their life cycle. The most notorious is Plasmodium malaria parasite, which cause malaria, a disease which has a staggering effect on human population. Okay, അപ്പോൾ നമ്മൾ പ്രോട്ടിസ്റ്റ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിലെ കിങ്ഡം ഫംഗൈ പഠിക്കാം കേട്ടോ.